നമ്മുടെ നാട്ടിലെ സ്കൂളുകളുടെ സിസ്റ്റം അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമ്പ്രദായം ശരിയല്ല എന്നൊരു അഭിപ്രായം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഉയർന്നു കേൾക്കുന്നുണ്ട്. നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നതിൻ്റെ ലക്ഷ്യം തന്നെ പ്രാക്ടിക്കൽ ലോകത്തിലേക്ക് അവരെ തയ്യാറാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. ഈ റിയൽ വേൾഡ് വളരെ വേഗത്തിൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. പക്ഷെ അതിലേക്ക് കുട്ടികളെ പ്രിപ്പയർ ചെയ്യേണ്ട വിദ്യാഭ്യാസ രീതിയാകട്ടെ കഴിഞ്ഞ 100 കണക്കിന് വർഷങ്ങളായിട്ട് മാറിയിട്ടുമില്ല. പല ചിന്തകന്മാരും പറയുന്നത് നമ്മുടെ ഇന്നത്തെ സ്കൂളുകൾ വ്യാവസായിക യുഗത്തിൽ മെയിനായിട്ടും ഫാക്ടറി ജോലിക്കാരെ ഉണ്ടാക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തതാണെന്നാണ്. ഒന്ന് ആലോചിക്കുമ്പോൾ ശരിയാണ്. മാസ് പ്രൊഡക്ഷൻ, മാസ് കൺട്രോൾ, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ പ്രശ്നം. മെയിനായിട്ട് 6 പ്രശ്നങ്ങളാണുള്ളത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഇപ്പോഴും ഇൻഡസ്ട്രിയൽ ഏജ് വാല്യൂസ് അല്ലെങ്കിൽ വ്യാവസായിക യുഗത്തിലെ മൂല്യങ്ങളാണ് ഇപ്പോഴും സ്കൂളുകൾ ഫോളോ ചെയ്തതെന്ന് വിട്ടാണ്. ഓരോ ബാച്ചായിട്ട് കുട്ടികളെ പഠിപ്പിച്ച് ഓരോ ബെല്ലടികളിലൂടെ അവരെ നിയന്ത്രിച്ചു പോകുന്ന രീതി. ദിവസം മുഴുവനും കുട്ടികൾക്ക് ചെയ്യാനുള്ളത് കുറേ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്. സ്റ്റാൻഡേർഡ്, സിറ്റ് ഡൗൺ, ബുക്ക് എടുക്കുക, 40ാമത്തെ പേജ് എടുക്കുക, 3ാമത്തെ പ്രോബ്ലം ചെയ്യും, മിണ്ടാതിരിക്കുക, അങ്ങനെ പോകുന്നു ആവാം. അതുമാത്രമല്ല, പറയുന്നത് പോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ബെസ്റ്റ് സ്റ്റുഡൻറ് എന്ന ഒരു അവാർഡും കൂടി കിട്ടും. ഇതൊക്കെ തന്നെ ഫാക്ടറി വർക്കേഴ്സിന്, ഫാക്ടറി ജോലിക്കാർക്ക് വേണ്ടിയിരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു, നിർദ്ദേശങ്ങളായിരുന്നു. കാരണം പറയുന്നത് അതേപോലെ പാലിക്കുക എന്നുള്ളതാണ് അവരുടെ സക്സസിന് ആവശ്യം. പക്ഷേ ഇന്നത്തെ ഒരു കാലത്ത് ഇത് എത്രത്തോളം ആവശ്യമാണ്? ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതൊരു ചോദ്യമാണ്. ഇന്നത്തെ മാറുന്ന ലോകത്തിന് ആവശ്യം ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കാൻ കഴിവുള്ള ക്രിയേറ്റീവായ പുതിയ ഐഡിയാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, മറ്റുള്ളവരുമായി സഹകരിച്ച് കൊളാബറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ആളുകളെയാണ്. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് അതിനുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കിട്ടുന്നില്ല. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. അടുത്ത ഒരു പ്രശ്നമാണ് ലാക്ക് ഓഫ് ഓട്ടോണമി ആൻഡ് കൺട്രോൾ. അതായത് സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. അവരുടെ ജീവിതത്തിലെ ഓരോ മിനിറ്റും സിസ്റ്റത്തിൻ്റെ കയ്യിലാണ്. പക്ഷേ ഇന്നത്തെ ലോകത്ത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സമയം നിങ്ങൾ തന്നെ മാനേജ് ചെയ്യണം. എപ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ നിങ്ങൾ തന്നെ എടുക്കണം. പക്ഷേ സ്കൂളുകളിൽ ഇത് വ്യത്യസ്തമാണ്. ഈ സിസ്റ്റം ജീവിതത്തിൻ്റെ കൺട്രോൾ അവരുടെ കയ്യിലല്ല എന്നൊരു ഇമ്പോർട്ടൻ്റ് ആയ മെസ്സേജാണ് കൊടുക്കുന്നത്. സ്വയം തീരുമാനങ്ങളെടുത്ത് ജീവിതത്തിൻ്റെ മാക്സിമം അച്ചീവ് ചെയ്യുക എന്നുള്ളതിൽ നിന്നും അവരെ വിലകുകയാണ് ഇത് ചെയ്യുന്നത്. എക്സ്പേർട്സ് പറയുന്ന ഓട്ടോണമി അല്ലെങ്കിൽ സ്വയംഭരണം കുട്ടികൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്നാണ്. അതില്ലാത്തത് കൊണ്ടാണ് കുട്ടികൾക്ക് സ്കൂളുകൾ ബോറിംഗ് ആയി തോന്നുന്നതും ഡീമോട്ടിവേറ്റ് ആവുന്നതും. ഓരോ നിമിഷവും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് മറ്റൊരാൾ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെ ഉണ്ടാവും? അതുപോലെ തന്നെയാണ് അവരുടെ കാര്യം. അടുത്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആധികാരികമല്ലാത്ത പഠന രീതിയാണ്, അല്ലെങ്കിൽ ഇന്നത്തെ ലേണിംഗ്. ഇന്നത്തെ സ്കൂളുകളിലെ ഭൂരിഭാഗം പഠനങ്ങളും ഓർത്തിരിക്കുക എന്നുള്ളൊരു കഴിവിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാ കുട്ടികളും ഇത് പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞ് സിസ്റ്റം കുറച്ച് ഭാഗങ്ങൾ എടുക്കുകയായിരുന്നു. അത് കാണാപ്പാടം പഠിച്ച് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ഒരു എക്സാം നടത്തി എത്രമാത്രം അവരത് ഓർത്തിരിക്കുന്നു എന്ന് നോക്കും. ഈ രീതിയിലുള്ള പഠനം ഒത്തൻറ്റിക് അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം കുറച്ച് എക്സാം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് പഠിച്ചതിൻ്റെ ഭൂരിഭാഗം കാര്യങ്ങൾ നമ്മൾ മറന്നു. മെമ്മറൈസേഷനിൽ കൂടുതൽ ഡീപ്പായിട്ടുള്ള പഠന രീതികൾ വരണം. നിർഭാഗ്യവശാൽ എക്സാമിന് കിട്ടുന്ന മാർക്ക് വെച്ചാണ് കുട്ടികളെ നമ്മൾ വിലയിരുത്തുന്നത്. കുട്ടികളും മാതാപിതാക്കളും ടീച്ചർമാരും എല്ലാം തന്നെ ഈ ഒരു ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് സ്കൂൾ ടൈമിന് ശേഷം മണിക്കൂറുകളോളം ട്യൂഷനും കഴിഞ്ഞ് രാത്രി ഉറക്കവുമില്ലാതെ ഒരുപക്ഷെ ഒരിക്കലും ജീവിതത്തിൽ ഉപകാരപ്പെടാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി അടുത്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത് പാഷനും ആഗ്രഹങ്ങൾക്കും ഒരു സ്പേസ് ഇല്ല എന്നുള്ളതാണ്. എല്ലാവരും പഠിക്കുന്ന പോലെ എല്ലാവരും പഠിക്കുന്ന കാര്യം എല്ലാവരും പഠിക്കുന്ന സമയത്ത് തന്നെ പഠിക്കണം എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓരോ വ്യക്തിയും അവരുടേതായ രീതിയിൽ വ്യത്യസ്തമാണെന്നും ഓരോ കുട്ടിയുടെ കഴിവും ഇൻട്രസ്റ്റും ഓരോ വ്യത്യസ്ത ഫീൽഡിലാണെന്നും മറന്നു കളഞ്ഞുള്ളൊരു പഠന രീതിയാണിത്. അവരുടെ ആഗ്രഹങ്ങളാണ് അവരെ ലക്ഷ്യം സെറ്റ് ചെയ്യാനും അതിനുവേണ്ടി പ്രയത്നിക്കാനും അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ സ്കൂളുകളിൽ അതിനുള്ള അവസരം കിട്ടുന്നുണ്ടോ? ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ കുട്ടികൾക്ക് ഉത്തരം കിട്ടാത്ത കുറച്ച് ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങളുണ്ട്. എന്തിലാണ് എനിക്ക് മികവുള്ളത്? എന്താണ് ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഈ ലോകത്തിലേക്ക് ഞാൻ ഫിറ്റ് ആവേണ്ടത്? ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ കറണ്ട് സിസ്റ്റം ഉത്തരം കൊടുക്കുന്നില്ല. പരമ്പരാഗത സ്കൂൾ സിസ്റ്റത്തിൽ തോറ്റുപോയി ജീവിതത്തിൽ വിജയിച്ച ഒരുപാട് വലിയ മനുഷ്യരുണ്ട്. പക്ഷെ അവരൊക്കെ തന്നെ ആ തോൽവികളെ മറികടന്ന് അവരുടെ ഇഷ്ടത്തിന് മുന്നോട്ട് പോകാൻ സാധിച്ചവരായിരുന്നു.
പക്ഷേ എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല. ടാലൻറ്റ് മെഷർ ചെയ്യാൻ പ്രത്യേകിച്ച് വഴികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് കഴിവുള്ള പൊട്ടൻഷ്യലുള്ള ആൾക്കാർ ആരാലും തിരിച്ചറിയപ്പെടാതെ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചു വരികയുന്നുണ്ട്. അടുത്ത ഒരു പ്രശ്നം പഠന രീതികളിലെ ഡിഫറൻസുകളാണ്, വ്യത്യസ്തതകളാണ്. നമ്മൾ ഓരോരുത്തരും പഠിക്കുന്ന രീതിയിലും പഠിക്കാനെടുക്കുന്ന സമയത്തിലും ഒക്കെ വ്യത്യസ്തരാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സും ടൂൾസും എല്ലാവരുടേതും പോലെ തന്നെ ആവണം എന്നില്ല. ബട്ട് ഇന്നത്തെ സിസ്റ്റം അതിനെ ഒന്ന് കണ്ട ഭാവം നടിക്കുന്നില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിക്കാനൊരു ഇത്തിരി പതിയാണെങ്കിൽ നിങ്ങളൊരു പരാജയമാണെന്നാണ് കണക്കാക്കുക. പക്ഷേ അവിടെ നിങ്ങൾക്ക് വേണ്ടത് കുറച്ചുകൂടി സമയമായിരിക്കും. അടുത്ത ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ലെക്ചറിങ് എന്ന് പറയുന്നത്. ഇന്നത്തെ സിസ്റ്റത്തിൽ കുട്ടികൾ ഒരു ഡേ 5-6 മണിക്കൂറോ ലെക്ചർ കേട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് കുറച്ച് വലിയ പ്രശ്നങ്ങളുണ്ട്. ഒരു ക്ലാസ്സിലുള്ള 30 കുട്ടികൾക്ക് 30 ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. അവർ മനസ്സിലാക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും. എല്ലാവർക്കും ഒരേപോലെ പറഞ്ഞു കൊടുത്താൽ എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവണമെന്നില്ല. ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയും വന്നതോടെ നമ്മുടെ കുട്ടികൾക്ക് ലോകം മുഴുവൻ ഒരു വിരൽത്തുമ്പിലുണ്ട്. എന്നും ആർക്കും പഠിക്കാവുന്ന രീതിയിലേക്ക് സാങ്കേതിക വിദ്യ വളർന്നു കഴിഞ്ഞു. പക്ഷേ ഇതൊന്നും തന്നെ നമ്മുടെ സ്കൂളുകൾ യൂസ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. ഇൻഡസ്ട്രിയൽ ഏജിന് രൂപം കൊണ്ട ഈ വിദ്യാഭ്യാസ സമ്പ്രദായം കാലഹരണപ്പെട്ട് കഴിഞ്ഞു. പുതിയ ലോകത്തിന് വേണ്ടി നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കണമെങ്കിൽ എൻഗേജിങ്ങും എഫക്റ്റീവുമായ പഠന രീതി കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതൊക്കെ തന്നെയാണോ പ്രശ്നം, അതോ ഇനിയും വേറെ എന്തെങ്കിലും പ്രശ്നം നിങ്ങളുടെ അഭിപ്രായത്തിലുണ്ടോ? അത് കമൻറ്റുകൾ എഴുതാം. ഇതിൻ്റെ ഇൻഫോർമേറ്റീവ് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റുകൾ എഴുതാം. വീഡിയോ ഇഷ്ടപ്പെട്ടു, ചാനലിൽ ഇതുപോലുള്ള വീഡിയോസിൻ്റെയും കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. Stay curious.